ഇന്ത്യയുടെ ഭരണയന്ത്രം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്കൊന്ന് ലളിതമായി നോക്കാം. 100 കോടിയിലേറെ ജനങ്ങൾ ഇത്രയും വലിയൊരു രാജ്യത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിനുള്ള ഉത്തരം നമ്മുടെ ഭരണഘടനയിലുണ്ട്. വളരെ കൃത്യമായി തയ്യാറാക്കിയ ഒരു സംവിധാനം. ഈ സിസ്റ്റം ഒരു പ്രധാന തത്വത്തിലാണ് കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. അതാണ് അധികാര വിഭജനം. ഇതിൽ ആദ്യത്തേതാണ് നിയമനിർമ്മാണ സഭ. പേരുപോലെ തന്നെ നിയമങ്ങളുണ്ടാക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി. പുതിയ നിയമങ്ങളുണ്ടാക്കുന്നതും ബജറ്റ് പാസാക്കുന്നതും ഗവൺമെന്റിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതുമെല്ലാം ഇവരാണ്. അടുത്തത് എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉദ്യോഗസ്ഥർ എല്ലാവരും ഇതിന്റെ ഭാഗമാണ്. ഇവരുടെ റോൾ എന്താണെന്നോ? നിയമങ്ങൾ നടപ്പിലാക്കുക, പിന്നെ രാജ്യത്തിന്റെ ദൈനംദിന ഭരണം നോക്കി നടത്തുക. മൂന്നാമത്തെ തൂൺ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണ്, അതായത് സുപ്രീം കോടതിയും മറ്റു കോടതികളും. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങൾ തീർക്കുന്നതും നമ്മുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതും ജുഡീഷ്യറിയാണ്. അപ്പോ അധികാരം ഇങ്ങനെ വിഭജിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അത് പല തട്ടുകളായി വിതരണം ചെയ്തിട്ടുമുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇന്ത്യയുടെ ഫെഡറൽ ഘടന എന്ന് പറയുന്നത്. ഒരു കേന്ദ്ര സർക്കാരും ഓരോ സംസ്ഥാന സർക്കാരുകളും. ഈ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാതിരിക്കാൻ അധികാരങ്ങൾ 3 ലിസ്റ്റുകളായി തിരിച്ചിട്ടുണ്ട്. അധികാരം അവിടെയും നിൽക്കുന്നില്ല, താഴോട്ട് പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും എത്തുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗം കൂടുതൽ ശക്തരായാലോ അതെങ്ങനെ തടയും? അതിനാണ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്നൊരു സംവിധാനമുള്ളത്. അതായത് പരസ്പരം നിയന്ത്രിച്ചും സന്തുലനം ചെയ്തും മുന്നോട്ടു പോകുന്നു. ഒരു ഉദാഹരണം നോക്കിയാലോ? പാർലമെന്റ് ഒരു നിയമമുണ്ടാക്കുന്നു, സർക്കാർ അത് നടപ്പിലാക്കുന്നു. പക്ഷേ ആ നിയമം ഭരണഘടനയ്ക്കെതിരാണെങ്കിൽ അത് റദ്ദാക്കാനുള്ള അധികാരം കോടതിക്കുണ്ട്. കണ്ടില്ലേ ആ ഒരു ബാലൻസ്? ഇതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയുമോ? ഈ വലിയ സംവിധാനങ്ങളെല്ലാം നമ്മളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. 18 വയസ്സ് തികയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വോട്ടവകാശം കിട്ടുന്നു, അല്ലേ? നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ. അതുമാത്രമല്ല, ഭരണഘടന നമുക്ക് മൗലിക അവകാശങ്ങൾ തരുന്നുണ്ട്. കൂടെ വിവരാവകാശ നിയമം പോലുള്ള ആയുധങ്ങളും. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനും അവരെ നമ്മളോട് ഉത്തരവാദിത്വമുള്ളവരാക്കാനും ഇത് നമ്മളെ സഹായിക്കും. അപ്പോ ഈ വലിയ ജനാധിപത്യ യന്ത്രത്തിൽ നിങ്ങളുടെ പങ്കെന്താണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ.